എന്നാൽ നിത്യമായ സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? വലിയ വീട്ടിലെ തോമാച്ചനും ഭാര്യയുമായിട്ട് അധികം സ്നേഹമില്ലാതെ അവരുടെ ഇടയിൽ കർത്താവ് വരണം. കർത്താവ് വന്നതിൻ്റെ ശേഷമേ സ്നേഹമായിരിക്കാൻ പാടുള്ളൂ. ആദ്യമായി വലിയ വീട്ടിലെ സാറാമ്മ സഹോദരി മനസ്സിലാക്കണം, എൻ്റെ ഭർത്താവ് തോമാച്ചൻ സഹോദരനല്ല, എൻ്റെ ഭർത്താവ് കർത്താവായ യേശുക്രിസ്തുവാണ്. അവനാണ് എൻ്റെ നിത്യ ഭർത്താവ്. ഈ തോമാച്ചൻ സഹോദരൻ താൽക്കാലിക മരണം വരത്തേക്കുള്ള ഒരു താൽക്കാലിക ഭർത്താവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നിത്യ ഭർത്താവാകുന്ന എൻ്റെ ക്രിസ്തുവിന് അധീനനായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്. വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 7:29 മുതൽ 31 വരെ ഒന്ന് വായിച്ചാട്ടെ. 7:29 മുതൽ 31 വരെ. 1 കൊരിന്ത്യർ 7:29 മുതൽ 31 വരെ. 1 Corinthians 7:29-31. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുക്കമായിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. ഞാൻ ഇവിടെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ, കാലം ചുരുങ്ങിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപേ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കാൻ കാലം ചുരുങ്ങിയിരിക്കും. ഇന്ന് പൗലോസ് പറയുകയാണെങ്കിൽ പറയും, സഹോദരന്മാരെ, ഇനിയും സമയം ഒട്ടുമില്ല. ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ പിരിച്ചുവിടണമെന്നല്ല. അവരോടുള്ളതായ ഇന്ത്യയിൽ ലഗാവെന്നാണ് പറയുന്നത്, അവരോടുള്ളതായ ഒട്ടുചേർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി, എൻ്റെ പ്രിയ ഭാര്യ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഞാനും കുടുംബമായി ജീവിക്കുന്ന സഹോദരനാണ്. ഞങ്ങൾക്ക് 2 മക്കളുമുണ്ട്. ഞാൻ എൻ്റെ പ്രിയ ഭാര്യയോട് പറഞ്ഞു, ഈ വചനം ആഴമായിട്ട് മനസ്സിലാക്കിയപ്പോൾ, എൻ്റെ ഭാര്യ വളരെ വിശ്വസ്തയോടുകൂടെ എന്നെ ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരിയാണ്. ഞാൻ മിലിറ്ററിയിൽ ഞാൻ ജോലിയിലിരിക്കുമ്പോൾ, വിവാഹം കഴിക്കുമ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു, പ്രിയ ഞാൻ ചെന്ന് എൻ്റെ ഭാര്യയുമായിട്ട് 1.5 മിനിറ്റ് മാത്രമേ സംസാരിച്ചുള്ളൂ. ഒരാളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ എൻ്റെ വിവാഹം നടക്കുമ്പോൾ 7 ആലോചന വന്നിട്ടുണ്ടായിരുന്നു. 7 പേരുടെയും ഫോട്ടോയും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പിതാവെല്ലാം എടുത്തു വെച്ചിരുന്നു. അപ്പച്ചനും അമ്മച്ചി പറഞ്ഞു, ഇതിൽ 7 നിനക്ക് ഇഷ്ടമുള്ളത്. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ആരുടെയും ഫോട്ടോ കാണണ്ട. 7 ആലോചന 1, 2, 3 ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ വിവാഹം കഴിച്ച പ്രിയ സഹോദരി അമ്മിണി സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഒടുവിലത്തെ വന്ന ആലോചനയായിരുന്നു. ഞാനിങ്ങനെ മൂന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഇതാണ് എനിക്ക് കർത്താവ് തീരുമാനിച്ചിരിക്കുന്ന ഒരു തിക്ക് മാർക്ക് പോലെ. ഞാൻ ഉടനെ കർത്താവിൻ്റെ ദാസനെ വിളിച്ചിട്ട്, കർത്താവിൻ്റെ ദാസനും ഞാനും കൂടെ ആ പ്രിയ സഹോദരിയെ ജോലി ചെയ്യുന്ന കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടുകൂടെ വേറൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് 1.5 മിനിറ്റ് മാത്രമേ സംസാരിച്ചുള്ളൂ. ഞാൻ ചോദിച്ചത്, പ്രിയ സഹോദരി, കർത്താവിൻ്റെ ദാസൻ്റെ മുൻപിൽ വെച്ചാണ് ചോദിച്ചത്, ഞാനിപ്പോൾ ജോലിയിലിരിക്കുന്നു, കോർ ഓഫ് എഞ്ചിനീയേഴ്സിൽ. എന്നാൽ കർത്താവ് എന്നെ വേലയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വേലയ്ക്ക് വേണ്ടി പോകാൻ ഒഴുക്കമുള്ളവനായിട്ടിരിക്കുകയാണ്. അതിന് സമ്മതമാണോ? ഞാനും ബൈബിൾ ക്ലാസ്സൊക്കെ പഠിച്ച് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് 2 മാത്രമേ ഞങ്ങൾ 2 സംസാരിച്ചുള്ളൂ. 1.5 മിനിറ്റ് മാത്രം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് മുൻപോട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയോട്, ഞങ്ങൾ വിവാഹം മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ വളരെ അധ്വാനിക്കുകയും, ഞാൻ ചൈനയിലും മറ്റൊരു പോകുമ്പോൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും വരുന്ന കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും നിങ്ങൾ വന്നാൽ ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരോട് ചോദിച്ചാൽ അറിയാം, അവർക്കെല്ലാവർക്കും വേണ്ടി വൈകിട്ട് ആഹാരം, ഓരോ കർത്താവിൻ്റെ ദാസന്മാരുടെ വിശപ്പറിഞ്ഞ് അവർക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. ആരെങ്കിലും രാത്രിയിൽ വന്ന് വെളുപ്പിന് 4 മണിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഭാര്യ 2 മണിക്കോ 3 മണിക്കോ എഴുന്നേറ്റ് അവർ പോകുന്നതിന് മുൻപേ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടി പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കും. അങ്ങനെ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയ സഹോദരി, നീ എന്നെ ശുശ്രൂഷിച്ചതുകൊണ്ട് പുതിയ യെരൂശലേമിൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. നീ എന്നെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഞാൻ വല്ല സാരി മേടിച്ചുകൊണ്ട് തരുന്നതും നിന്നെ ചിരിച്ച് കാണിക്കുന്നതും പുഞ്ചിരിക്കുന്നതുമേ ഉള്ളൂ പ്രതിഫലം. എന്നാൽ നിനക്ക് പുതിയ യെരൂശലേമിൽ പ്രവേശിക്കണമെങ്കിൽ നിന്റെ ഭർത്താവാകുന്ന യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് മുൻപോട്ട് പോകണം. നിന്റെ ഭർത്താവാകുന്ന യേശുവിനെ നീ ശുശ്രൂഷിക്കണം.
അങ്ങനെ പറഞ്ഞ് ക്രമേണ എൻ്റെ ഭാര്യയെ ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് നയിക്കുവാനിടയായി. ഇന്ന് എൻ്റെ ഭാര്യയായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, കർത്താവിൻ്റെ ദാസിയായി എൻ്റെ കൂടെ പോകുന്ന പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. അല്ലാതെ ഡൽഹിയിലും മറ്റു പല സ്ഥലങ്ങളിലും വചനം ശുശ്രൂഷിക്കുന്നു. ഫിലിപ്പീൻസിൽ പോയി വചനം ശുശ്രൂഷിച്ചു. അങ്ങനെ നേപ്പാളിൽ പോയി വചനം ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീർന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ളതായ ശാരീരിക ബന്ധം മരണത്തോടുകൂടെ വേർപെടുമെങ്കിലും വേർപെടാത്തൊരു ബന്ധം എങ്ങനെ ലഭിച്ചു? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായതുകൊണ്ട് ലഭിച്ചു. ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ കഴിയുകയില്ല. എന്നാൽ അവളെ തന്നെ പരിശുദ്ധാത്മാവിനനുസരണമായി ഓരോ കാര്യങ്ങളും മാറ്റി ഒരുക്കിയത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ കർത്താവ് കൃപ നൽകി. അതുപോലെ ഞങ്ങളുടെ 2 മക്കളും പെൺമക്കളും ഭർത്താവും ഭാര്യയും എല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീർന്നു. എങ്ങനെയാണ് തീർന്നത്? ഞാൻ വളരെ കഠിനമായി അവരെ ഈ വചനത്തിൽ വെച്ച് എൻ്റെ മകളോടും വചനപ്രകാരം അവരെ അറുത്ത് കഠിനമായി പെരുമാറി എന്നിൽ നിന്ന് വേർപെടുത്തിയത് കൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീർന്നു. അല്ല, ഞാൻ അവരെ സ്നേഹിച്ച് താലോലിച്ചു കൊണ്ടിരുന്നാൽ അവർ ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുകയില്ല. അതുപോലെ കർത്താവിൻ്റെ ദാസന്മാരാകുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ ദാസന്മാർക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ രോഗങ്ങൾ മാറുകയല്ല, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ അറുത്തു മുറിച്ച് ചെറുതാക്കണം. അതിനാണ് കർത്താവ് ഈ 5 വിധ ശുശ്രൂഷ തന്നിരിക്കുന്നത്. ശരീരം അവിടെ നാം വായിച്ചത്, ഓരോ സന്ധിയും ഒന്നുപോലെ ചേർന്ന് ഏക ശരീരമായി ക്രിസ്തുവിൻ്റെ രൂപത്തിൽ ആയിത്തീരണം. ഈ വേല തൃശ്ശൂരിലിരിക്കുന്ന നിങ്ങൾ എത്ര പേര് വാസ്തവമായി ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എത്ര പേര് വാസ്തവമായി? ഞങ്ങളുടെ വടക്കേ ഇന്ത്യയിൽ നല്ല വലിയ പണക്കാർ രക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരു ചീഫ് എഞ്ചിനീയർ, ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡാണ്. അദ്ദേഹത്തിൻ്റെ കെട്ടിടം നോക്കിയാൽ വലിയൊരു പാലസാണ്, വലിയൊരു പാലസ് പോലെയാണ്, വലിയൊരു കൊട്ടാരം പോലെയാണ്. അദ്ദേഹം ചീഫ് എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർഡായി. ഞാൻ പറഞ്ഞു, ചീഫ് എഞ്ചിനീയർ സഹോദര, പഠിപ്പില്ലാത്ത സഹോദരൻ്റെ ചെരുപ്പെടുത്ത് ലൈനായിട്ട് വെക്കാൻ പഠിക്കാൻ പറഞ്ഞു. ചീഫ് എഞ്ചിനീയർ എന്താ ചെയ്യേണ്ടത്? സഭയിൽ വന്നിട്ട് പഠിപ്പില്ലാത്ത സഹോദരന്മാരുടെ ചെരുപ്പെല്ലാം എടുത്തെന്ത് ചെയ്യണം? ശരിയായിട്ട് വെക്കണം. ഇവരിലുള്ള ഏറ്റവും താണവരുടെ ശുശ്രൂഷ ചെയ്യുവാൻ നീ ഒരുങ്ങണം. ആദ്യമൊക്കെ ഇച്ചിരി വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് ചെയ്യാതെ നടക്കുകയില്ല കാര്യം. ഇത് ചെയ്യാതെ നീ വലിയ വെളുത്ത നല്ല വണ്ണമുള്ളവന് നല്ല ആളാണെങ്കിലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും കിട്ടുമ്പോഴെല്ലാം പിടിച്ച് അറുത്ത് വലിയ അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഡിപ്ലോമാറ്റ്സും വലിയ കുടുംബക്കാരെല്ലാം ഹിന്ദുക്കൾ വലിയ കുടുംബക്കാരാണ്, എല്ലാം ഡിപ്ലോമാറ്റ്സും വലിയ ആളുകളാണ്. ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് ഈ വലിയ പാലസ് പോലുള്ള വീട് തന്നത് നിൻ്റേതായിട്ടല്ല, നീ കർത്താവിൻ്റെ ദാസനായി തീരുകയാണെങ്കിൽ ഇവിടെ ഡൽഹിയിലുള്ള മിനിസ്റ്റേഴ്സും അതുപോലെ വലിയ ആളുകൾ നിന്റെ ഭവനത്തിൽ വന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ദൈവം ഒരു വഴിയൊരുക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും നിന്റെ അനുഗ്രഹമല്ല. ദൈവം നിനക്ക് ഈ വലിയ വീട് തന്നിരിക്കുകയാണ്, കാറും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വലിയ ആളുകളുമായിട്ടുള്ളവ. കാരണം അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഡിപ്ലോമറ്റ്സ് വലിയ ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയവനായാലും ഏറ്റവും ചെറിയവനായാലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വരുമ്പോൾ ഒന്നാണ്. ഹല്ലേലൂയ. ഓരോരുത്തർ ശരീരത്തിൻ്റെ അംഗമായി തീർന്നിരിക്കുകയാണ്. പാവപ്പെട്ടവർ കർത്താവിൻ്റെ സഭയിൽ വരുമ്പോൾ അവിടെയാണ് അവർക്ക് ആദരവ് കിട്ടുന്നത്. വെളിയിൽ അവരെ പുച്ഛമായ ആളുകൾ എണ്ണുമ്പോൾ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം. എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, ഹല്ലേലൂയ, എൻ്റെ കുടുംബം. അതുകൊണ്ട് നമ്മെ വെട്ടിമുറിച്ച്, ഇപ്പോൾ വലിയ വീട്ടിലെ ചാക്കോച്ചായനെ വെട്ടിമുറിച്ച്, തോമാച്ചാനെ വെട്ടിമുറിച്ച് ഇവിടെ നിന്ന് ഇവിടം വരെ ആക്കി. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ആദ്യമേ വലിയ വീട്ടിലെ തോമാച്ചാൻ ഇത്രയും വലുതായിരുന്നു, മുറിച്ച് എത്രയും ആക്കി. അതിനുശേഷം ഇത്രയും ആയാൽ പോരാ, പിന്നെയും തോമാച്ചാനെ എന്ത് ചെയ്തേക്കുള്ളൂ? മുറിച്ച് ഈ സൈസിലാക്കിയേ ഒക്കുള്ളൂ. ഇതാണ് സഭാ ശുശ്രൂഷ. ഇതാണ് അപ്പോസ്തലന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ. ഇതാണ് പ്രവാചകന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ. ഇതാണ് ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ.
അല്ലാതെ ഇരുന്ന് അവരെ പ്രാർത്ഥിച്ച് വലുതാക്കുക അല്ല. നിങ്ങളെ വാലല്ല തലയാക്കുമെന്നല്ല പറയേണ്ടത്. നിങ്ങളെ മുറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാക്കി തീർക്കണം. നമ്മൾക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് എല്ലാ ദൈവമക്കളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീർന്നേ മതിയാകുള്ളൂ. ഇന്ന് സഭകളിലെല്ലാം അസ്ഥിക്കൂടങ്ങളുടെ ഒരുപാട് കിടക്കുകയാണ്. ഇത് അഭീസി പറയും ഇത് ഞങ്ങളുടേതാണ്, ഷാരോൻ പറയും ഇത് ഞങ്ങളുടേതാണ്, അസംബ്ലീസ് ഓഫ് ഗോഡും പറയും ഞങ്ങളുടേതാണ്. ശരി, നിങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന് ഈ അസ്ഥിയല്ല വേണ്ടിയത്, കർത്താവിന് വേണ്ടിയത് ശരീരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ഇവിടെ അധിക സമയം ഒഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 10 വരെ ഒന്ന് വായിച്ചാട്ട് അതിനുശേഷം നമുക്ക് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 37-ന്റെ 1 മുതൽ 10 വരെ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ സംഭവിച്ച കാര്യമാണ്. അത് ഇന്ന് ദൈവസഭയിൽ നടക്കുവാൻ പോകുകയാണ്. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 10 വരെ.